നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മൾ ഏവരും ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മണ്ഡലം പാലക്കാട് മണ്ഡലമാണ്. അപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ആരൊക്കെയാണ് മത്സരിക്കുക എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. ഇപ്പോൾ രാഹുലിന്റെ മണ്ഡലമാണ്. അപ്പോൾ രാഹുൽ MLA ആയിരിക്കുന്ന മണ്ഡലമാണ്. രാഹുലിന് മത്സരിക്കാൻ സാധിക്കില്ല. രാഹുൽ നേടിയ ഒരു ഭൂരിപക്ഷം, ഒരു 17,000ന്റെ ഭൂരിപക്ഷമുണ്ട്. മാത്രമല്ല BJPക്ക് വളരെയധികം മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് മണ്ഡലം. അപ്പൊ അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിലേക്ക് രമേശ് പിഷാരടിയാണ് കോൺഗ്രസ് സീറ്റ് നിലനിർത്താൻ വേണ്ടി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തിലാണ്. രാഹുൽ നേടിയ അതേ വിജയം രമേശ് പിഷാരടിക്ക് നേടാനാകുമെന്ന് ഷാഫി പക്ഷമൊക്കെ അവകാശപ്പെടുന്നുണ്ട്, ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? BJPക്ക് മുന്നേറ്റമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ രമേശ് പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. രാഹുൽ നേരെ ജനപ്രീതിയുള്ള ഒരു മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കുന്നില്ല. അപ്പോ പാലക്കാട് എങ്ങനെയാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? കോൺഗ്രസിന് സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ, അതോ കോൺഗ്രസ് സീറ്റ് നിലനിർത്തുമോ? ഒട്ടും കാണുന്നില്ല. കാരണം തെറ്റായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ താരമൂല്യമുള്ള ആൾ മത്സരിച്ച മണ്ഡലത്തിൽ നിർത്തുന്നത് അതിനേക്കാൾ താരമൂല്യമുള്ള ആളായിരിക്കണം. പക്ഷെ അങ്ങനെ ഒരു താരമൂല്യമൊന്നുമുള്ള ആളല്ല രമേശ് പിഷാരടി. മോഹൻലാലിന്റെ കൂട്ടുകാരനാണെന്നതോ സിനിമയിൽ ചെറിയ റോളുകൾ ചെയ്തു തമാശ പറയുന്നു, നിരന്തരമായിട്ട് വാചക കസർത്ത് നടത്താൻ എടുക്കാനാണോ എന്നതൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു യോഗ്യതയായിട്ട് വരുന്നില്ല. ധർമ്മജൻ ബോൾഗാട്ടി വലിയ പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചു, അമ്പെ പരാജയപ്പെട്ടു. അത്തരൊരു പരാജയമാണ് രമേശ് പിഷാരടിയെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളല്ല, കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് രമേശ് പിഷാരടിക്ക് കേരളത്തിലെ സിനിമയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു താരമൂല്യമുള്ള ആളായിട്ട് വന്നിട്ടില്ല. വേടന്റെ അത്ര പോലും ഒരു താരമൂല്യമില്ല. അത്രയും പോലും പോപ്പുലർ അല്ല അദ്ദേഹം. സ്ഥിരമായിട്ടൊരു പരിപാടി അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും പോപ്പുലറായ അവതാരകനായിരുന്നു നമ്മുടെ നികേഷ് കുമാർ, NV നികേഷ് കുമാർ. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? തോറ്റു തൊപ്പിയിട്ടില്ലേ? പിന്നെ വീണ ജോർജ് വിജയിച്ച കാര്യം നിങ്ങൾ പറയും, അതിന് വേറെ ഘടകങ്ങളുണ്ട്. ഇവരുടെ TV അവതരണം കൊണ്ടല്ല ജയിച്ചത്, അവിടെ ഓർത്തഡോക്സ് സഭയുടെ വമ്പിച്ച പിന്തുണ അവർക്ക് കിട്ടി എന്നുള്ളത് കൊണ്ടാണ്. അത്തരം ഒരു പിന്തുണയൊന്നും രമേശ് പിഷാരടിക്ക് അവിടെ കിട്ടാൻ സാധ്യതയില്ല. അല്ലെ? രമേശ് പിഷാരടി അല്ലേ മത്സരിക്കുന്നത്? പാലക്കാട് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അത് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അവര് കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. കലാപം കൊടി ഉയരുന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ അടൂർ പ്രകാശും അതുപോലെ തന്നെ നമ്മുടെ K സുധാകരനും മത്സരിക്കാൻ വേണ്ടി ഉറച്ച് ഉറുമയെടുത്തും കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കച്ചകെട്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഉറുമയും എടുക്കുന്നുണ്ട്. കാരണം എന്തു വന്നാലും ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥികളാകുമെന്നുള്ള ഒരു പോരാട്ട വീര്യത്തോടു കൂടിയാണ് രണ്ടുപേരും ഉഷാറായിട്ട് നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പോലും അനുസരിക്കാൻ അവർ തയ്യാറല്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് അവരെ കൊണ്ട് അനുസരിപ്പിക്കാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു അവസ്ഥയിൽ രമേശ് പിഷാരടി പോലുള്ള ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ കൊണ്ട് നിർത്തി അദ്ദേഹം ഈ വളിച്ച ചിരിയും വളിപ്പും പറയുന്നത് കൊണ്ടൊന്നും ജയിപ്പിക്കാൻ പറ്റുന്നതൊന്നും അല്ലെന്നേ ഈ MLA സ്ഥാനം എന്ന് പറഞ്ഞാൽ. അവിടെ പിന്നെ തന്നാണോ? അവരുടെ പ്രധാനപ്പെട്ട പോരാളി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഭരിച്ചിട്ടൊന്നുമില്ല, MLA ആയിട്ടില്ല. പക്ഷേ തീപ്പൊരിയാണ്. ഒരു സംശയവും വേണ്ട, ആളെ അളക്കാൻ, ജനമനസ്സുകളെ അളക്കാൻ പറ്റിയ ആളാണ്. അതിനോട് കിടപിടിക്കാനൊന്നും രമേശ് പിഷാരടിക്ക് പറ്റില്ല. അതുപോലെ തന്നെ സന്ദീപ് വാര്യർ ഉണ്ടല്ലോ, അദ്ദേഹം എവിടെയാ മത്സരിക്കുന്നത്? വല്ലതും വന്നിട്ടുണ്ടോ? സന്ദീപ് വാര്യർ എങ്ങും ആയിട്ടില്ല. സന്ദീപ് വാര്യർക്കും പറ്റില്ലാത്ത ഒരു സ്ഥലത്ത് അതിലും ദുർബലനായിട്ടുള്ള രമേശ് പിഷാരടിക്ക് എന്ത് പാരമ്പര്യമാണ് കോൺഗ്രസിലുള്ളത്? അവിടെ പാർട്ടിക്ക് വേണ്ടി പതാക ചുമന്നും കൊടിമരം ചുമന്നും വെള്ളം കോരിയും പെട്ടിയുമെന്നും നടന്നിരുന്ന ആൾക്കാരെ പള്ളിയും ഉപേക്ഷിച്ചുകൊണ്ട് സിനിമയിൽ ഇങ്ങനെ താരങ്ങളോടൊപ്പം വിരാജിച്ചിരുന്ന ഒരാളിനെ, അഭിരമിച്ചിരുന്ന ഒരാളിനെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പുഷ്പം പോലെ തള്ളിക്കളയും. ജനങ്ങൾക്ക് ഈ പ്രത്യേകിച്ചും പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ട BJPയോടാണ് അവർക്ക് കൂടുതൽ ആഭിമുഖ്യമുള്ളത്. പിന്നെ CPM പോലും 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞ പ്രാവശ്യം കേവലം 4000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഷാഫി പറമ്പിൽ ഈ ശ്രീധരനെ കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തിയത്. കേവലം 4000. ഈ 4000 പിടിച്ചടക്കാൻ BJPക്ക് വലിയ പ്രയാസമൊന്നുമില്ല. ഈ പ്രാവശ്യം തന്നെ നോക്കൂ, പത്രങ്ങളിൽ അതിന്റെ ബ്ലിറ്റ്സ് ക്രീഗ് പരസ്യം. കേരള ഗവൺമെന്റിന്റെ PRD വകുപ്പിന്റെ പണം ഉപയോഗിച്ച് പിണറായി വിജയന് മാത്രം കഴിയുന്ന തരത്തിലുള്ള 1ാം പേജ് പരസ്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ദിവസത്തെ പത്രങ്ങളിലെല്ലാം പരസ്യമായിട്ട് വന്നിരിക്കുക. അതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു പരസ്യം കൊടുക്കാൻ വരെ BJP വേണ്ടത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാ തരത്തിലും
തരത്തിലുള്ള ധനശക്തിയോടും ജനശക്തിയോടും മനഃശക്തിയോടും കൂടിയാണ് BJP ഈ രംഗത്ത് വന്നിരിക്കുന്നത്. പ്ലാനിങ് ആസൂത്രണം നല്ലതുപോലെ ഉണ്ട്. ഇന്നടത്ത് ഇന്നാട് നിന്നാൽ ജയിക്കാമെന്നുള്ള സർവേയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊന്നുമില്ല, ചുമ്മാതെ കയറി രമേശ് പിഷാരടി. ഹൂ ഈസ് ഹി? ആഫ്റ്റർ ആൾ വാട്ട് ഈസ് ഹി? ജനങ്ങൾക്കൊന്നും അങ്ങനെ കുറെ ചെറുപ്പക്കാർ ജൻസി ഒക്കെ കണ്ട് ചിലപ്പോൾ അതിൽ അവർക്കും ഇപ്പൊ ടേസ്റ്റ് മാറി പുതിയ ഇപ്പൊ വേടനെ പോലെ ആൾക്കാരും റാപ്പ് ഡാൻസർമാരും ഒക്കെയാണ് അവരുടെ താരങ്ങൾ. ശരിയാണ്, ഒരു റാപ്പ് ഡാൻസർ ഇപ്പൊ നേപ്പാളിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ജൻസി പ്രക്ഷോഭത്തിന്റെ പരമായിട്ട് അധികാരത്തിൽ വന്ന ആള് റാപ്പ് ഡാൻസറാണ്. അത്രമാത്രം പോപ്പുലർ ആയതുകൊണ്ടാ. അവിടെ നേരത്തെ മേയറായിരുന്ന ആളാണ് രമേശ് പിഷാരടി. ഏത് സ്ഥാനത്ത് നേരത്തെ ഇരുന്നിട്ടുള്ളത്? മേയറായിട്ടിരുന്നു, നല്ല ഭരണം കാഴ്ചവെച്ചായിരുന്നു. അതിന്റെ തിളക്കത്തിലാണ് അയാൾ ജയിച്ച് നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായത്. ഈ രമേശ് പിഷാരടിക്ക് എന്ത് കുന്തമുള്ളതിന് പോരാ? ചാനലിൽ അവതരിച്ച് വളിപ്പ് പറഞ്ഞ ആൾക്കാരെ ചിരിപ്പിച്ചുകൊണ്ടാണ് ഒക്കെ. ചുമ്മാ ഇതൊരു വെറുതെ മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടി മണ്ടത്തരങ്ങളുടെ ഒരു കൂമ്പാരം വലിയൊരു കുന്നായിട്ട് രൂപപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് എനിക്ക് തോന്നുന്നത്. അവർക്ക് പാളിച്ചകൾ പറ്റി. കെ സുധാകരനെ മാറ്റി നിർത്തുവാൻ തന്നെ പാളിച്ച പറ്റി. അതുപോലെ തന്നെ പകരം നമ്മുടെ അടൂർ പ്രകാശിനെ കൊണ്ടുവന്നത് പാളിച്ചയായിരുന്നു. പാളിച്ചകൾക്ക് മേൽ പാളിച്ചകൾ കൊണ്ട് പടികൾ തീർത്തോട്ട് 18ാം പടി തീർത്തു വെച്ചിരിക്കുക പരാജയത്തിന്റെ പടുകുഴിയിലേക്ക്. വലിയ കഷ്ടമുണ്ട് കോൺഗ്രസിന്റെ ഈ പെരുമാറ്റത്തിന്റെ കാര്യങ്ങൾ. എല്ലാവരും അങ്ങനെ നേതാക്കന്മാര്. ഒരു നേതാവ് പറയുന്ന മറ്റാരെയും ആ പാർട്ടി പറയും സ്ഥാനാർത്ഥികളാണ്. അത് കഴിഞ്ഞ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ വരും. സ്വയം വിലകെടുത്തി കളയുക. മിണ്ടാതങ്ങി ഇരുന്നാൽ പോരെ, ഇങ്ങനെ വായിട്ടടിക്കാതെ പറയുവാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ, നമ്മളിപ്പോ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലെ പറയണം. ലക്ഷ്യവേദിയായ വർത്തമാനം, കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള വർത്തമാനം അതാ. അല്ലാതെ നിങ്ങൾ ആരും പാർട്ടി തീരുമാനിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ബഹളം ഉണ്ടാക്കി ഗലാട്ടം ഉണ്ടാക്കി ആളുകളുടെ മുമ്പിൽ വിഴുപ്പലക്കുന്ന വൃത്തികെട്ട പരിപാടിയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് പോകുന്നത്. ഇവിടെ ഗ്രൂപ്പ് എന്ന് ചോദിക്കാൻ, ഗ്രൂപ്പിനേക്കാൾ വലിയ ഘട്ടമാണിത്. പാർട്ടിക്കാർക്കെതിരെ, പാർട്ടിയുടെ ഉന്നതമായ നേതാക്കൾക്കെതിരെ ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് CPM പോരാടിയ കെ സുധാകരനെതിരെയൊക്കെ വർത്തമാനം പറയുന്നു. ഏതൊക്കെയോ പത്രക്കാരുടെ ഉപദേശം കേട്ടുകൊണ്ട് ഉപരിപ്ലവമായിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ വർത്തമാനങ്ങളുമായി ഇതൊക്കെ തന്നെ. ഇതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്തതിന്റെ വലിയ കുഴപ്പമാണ്. കാരണം വെളുത്ത ഷർട്ട് അങ്ങോട്ട് പളവളാ മെനിങ്ങുന്ന ഷർട്ട് വിട്ട് ഇന്നോവ കാറിൽ പോയി 5 സ്റ്റാറിൽ പോയിട്ട് ചിക്കൻ ബിരിയാണിയും കഴിച്ചാൽ കോൺഗ്രസ്സുകാരനാവില്ലല്ലേ? കോൺഗ്രസ് ഒന്നും അങ്ങനൊന്നും അല്ല കെ കരുണാകരൻ കോൺഗ്രസ്സുകാരനായത്. ഒരുപാട് കഷ്ടപ്പെട്ടു, അടികൊണ്ടും കൊലക്കേസിൽ പ്രതി എന്ന ആരോപണം ഉൾക്കൊണ്ട് ജയിലിൽ കിടന്നും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു നോക്കുന്നതിന് ശേഷമാണ് ഈ കതറൊക്കെ ഇട്ടും കാറിലും ഒക്കെ അദ്ദേഹം യാത്രയായത്. അവസാന കാലഘട്ടത്തിലാണ്. ഇപ്പൊ തുടക്കത്തിലേ അങ്ങ് ഇപ്പൊ കാറിലാണ് വിലസുന്നത്. തലകീഴായിട്ടാണ് ഇപ്പൊ കോൺഗ്രസ് നിൽക്കുന്നതെന്ന്. ഇവിടെ ഇപ്പൊ പറയാനും അടികൊള്ളാനും അതുപോലെ തെറി കേൾക്കാനും ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ. അയാളെ കുടുക്കി കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തിനെ ചീത്ത വിളിച്ച് ആട്ടി പുറത്താക്കി. ഗണേശിന്റെ കാര്യത്തിലോ ഒരു ഉറുമ്പിന്റെ അത്ര വലിപ്പമുള്ള പാവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെങ്കിൽ ഒരു ആനയുടെ അത്രയും ഭാരമുള്ള പാവമാണ് ഗണേശ് ചെയ്തത്. ഒരൊറ്റ വാക്ക് ഈ VD സതീശൻ പുറത്ത് പറഞ്ഞു അദ്ദേഹത്തിനെതിരായിട്ട്. ഒരൊറ്റ വാക്ക് പറഞ്ഞു. അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി വന്നില്ല. എന്തൊരു വൃത്തികേടാ കാണിച്ചത്, എന്തൊരു ആഭാസമാണ് അദ്ദേഹം കാണിച്ചത് സ്വന്തം ഭാര്യയോടും ഈ നാടിനോടും ഈ സംസ്ഥാനത്തോടും. എന്നിട്ടും വാചകം അടിച്ചങ്ങ് നടക്കുകയാണ് താനാണ് വിജയി എന്നുള്ള മട്ടിൽ. 5000 പ്രണയിനിമാരുടെ കാര്യം, കാമുകിമാരുടെ കാര്യവും പറഞ്ഞുകൊണ്ട്. ഇതെന്തോന്നായത്? ഇയാൾ ചാൾസ് ശോഭരാജോ അതോ ആൻഡ്രൂ രാജകുമാരനോ? എപ്സ്റ്റീൻ ഫയൽസ് വരെ പേര് പിടിക്കാവുന്ന കാര്യങ്ങളല്ലേ ചെയ്തു കൂട്ടിയത് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞനുസരിച്ച്. ഇതിനൊരു ഒന്ന് ചെറിയ ശബ്ദം ഉയർത്താൻ VD സതീശൻ വലിയ വാചാലനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പത്രക്കാരുടെ കയ്യടിയും നേടിയല്ലോ. ഒറ്റ വാക്ക് സംസാരിച്ചു. എന്തോന്ന് ലീഡർഷിപ്പ്! സ്വയം പരാജയത്തിലേക്ക് പോകാൻ പിണറായി വിജയനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യ മുന്നണിയുടെ ശ്രമത്തിന്റെ ഭാഗമാണോ VD സതീശന്റെ വായിൽ നിന്നുതിരുന്ന വാക്കുകളെന്ന് സംശയിച്ചു. അതാണ് ഈ പരാജയം ഉണ്ടെങ്കിൽ ആ പരാജയത്തെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് മാന്യമായിട്ട്. പരാജയത്തിന്റെ ഉത്തരവാദിത്തി VD സതീശൻ തന്നെ. ഇപ്പൊ ഏറ്റവും ഒടുവിലെ സർവേയും വരുന്നത് CPM തന്നെ. പിണറായി, കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും പണ്ടാരമടങ്ങാൻ ആഗ്രഹിച്ചായിരിക്കാത്ത പിണറായി വിജയന്റെ 3ാം ഊഴമാണ് ഇപ്പോൾ വരുന്നതെന്ന് പറയുന്നത്. അതിന്റെ ഈ പിടിപ്പുകെട്ട ആസൂത്രണമില്ലായ്മയാണ് കോൺഗ്രസിന്റെ. പിന്നെ VD സതീശന്റെ ഈ പിൻവാക്കുകളുമാണ് ഇതിന്റെ കാരണം. സ്വയം അദ്ദേഹം ആദ്യം അച്ചടക്കം പഠിക്കണം, അതിനുശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കണം. അദ്ദേഹത്തിന്റെ സീനിയറായിട്ടുള്ള നേതാക്കളെയാണ് പഠിപ്പിക്കുന്നത്. കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രധാനപ്പെട്ട യമകണ്ഠക കീടമാണോ ഈ VD സതീശൻ എന്ന് പറയുന്ന ആളെന്നാണ് എനിക്ക് തോന്നുന്നത്. നശിപ്പിച്ചു കളയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമൊന്നും ഒരു തിളക്കമല്ല. ആ തിളക്കം മങ്ങിപ്പോകും. ഒരു സ്വിച്ചിടുന്ന വേഗത്തിൽ അത് കെട്ടുപോകും എന്നുള്ള സത്യം VD സതീശൻ എത്രയും വേഗം മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു വിനയം ഉണ്ടാവണം ആദ്യം.
ആ വിനയമില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന്. പിണറായി വിജയനെ വെല്ലുന്ന ധാർഷ്ട്യമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അത് വലിയൊരു പ്രശ്നം തന്നെയാകും കോൺഗ്രസിന്. അപ്പോൾ പൊതുവെയുള്ളൊരു ഇപ്പോൾ CPM എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇപ്പൊ പിണറായി വിജയൻ അദ്ദേഹം വീണ്ടും ധർമ്മടത്ത് മത്സരിക്കുന്നുണ്ട്, എങ്ങനെ തോന്നുന്നു? അതെ അതെ, മൂന്നാം ഊഴവും വാങ്ങിച്ച് അദ്ദേഹം അവിടെ മത്സരിക്കുന്നുണ്ടോ കണ്ടു പഠിക്കണം കോൺഗ്രസ്. എവിടെങ്കിലും തർക്കം ഉണ്ടായോ? ഒരു പ്രശ്നവുമില്ല, പാർട്ടിക്കാരെല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷെ പാർട്ടികളിൽ നിന്നുകൊണ്ടുള്ള ഒരു കലാപമാണോ അത്? അവർ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ രാമകൃഷ്ണൻ, പാർട്ടിയുടെ രാമകൃഷ്ണൻ അല്ല, ഗോവിന്ദൻ, KK ഗോവിന്ദൻ അല്ലേ, അദ്ദേഹം പാർട്ടിയുടെ പുറത്ത്, എനിക്ക് പരിചയമുള്ള ആളല്ല, അത് അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോയി. കാര്യമായിട്ട് ശ്യാമള ടീച്ചറുടെ MV ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയുടെ എതിർപ്പ് വന്നതുകൊണ്ടാണ്. വളരെ കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പുറത്തു പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇത് പാർട്ടിയുടെ രീതിയല്ല, പാർട്ടി വിരുദ്ധ രീതിയാണ്. നാണമില്ലേ MV ഗോവിന്ദദാസിന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ? ഇതുപോലെ ഒരു ആരോപണം ഏതെങ്കിലും ഒരു സെക്രട്ടറിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്? MN ഗോവിന്ദൻ നായർ, നിങ്ങൾ ഏറ്റവും അധികം എതിർത്ത് മുദ്രാവാക്യം വിളിച്ച ആളാണ് MN ഗോവിന്ദൻ നായർ, പാർട്ടിയുടെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. എന്തിനധികം പറയുന്നു? പാർട്ടിയുടെ ഏതെങ്കിലും മക്കൾക്കെതിരെ, പെൺമക്കൾക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ടോ ഈ കാലത്തല്ലാതെ? യാദവൂലം അവസാന കാലം തകർന്നു തരിപ്പണമായതുപോലെ എല്ലാ വിധത്തിലുള്ള അധാർമികതകൾക്കും പാർട്ടി വിരുദ്ധതകൾക്കും വേദിയായിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയൻ ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പിണറായി മാർക്സിസ്റ്റ് എന്ന് പറയത്തക്ക രീതിയിലേക്കാണ് പാർട്ടി ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്. ആ ഒരു തരത്തിലേക്ക് പാർട്ടി അതപച്ചിരിക്കുന്നു. പാർട്ടി അതറിയുന്നില്ല, മുന്നോട്ട് പോവുകയാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ യാത്ര പിന്നോട്ടാണ്. കാലമാണ് മുന്നോട്ട് പോകുന്നത്, പാർട്ടി പിന്നോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാലഹരണപ്പട്ടി ഒരു പാർട്ടിയാണെന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അവിടെയും പാർട്ടിക്ക് കാലത്തിനനുസരിച്ച് ഉയരാൻ പറ്റുമായിരുന്നു. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഇല്ല. അവർ പശ്ചാത്ഗമനം നടത്തി, പുരോഗമനം എന്ന് പറഞ്ഞിട്ട് പശ്ചാത്ഗമനം നടത്തുന്ന, പിന്നടത്തം നടത്തുന്ന ഒരു പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജീർണതകളും ബാധിച്ച ഒരു പാർട്ടിയാണ്. എന്നിട്ട് പറയുക G. സുധാകരന് പാർലമെന്ററി വ്യാമോഹം എന്ന ജീർണത ബാധിച്ചിരിക്കുകയാണ്. വലിയ ഡയഗ്നോസിസാ. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന അതിനേക്കാൾ വലിയ മോഹങ്ങളാണ്, പാർലമെന്ററി വ്യാമോഹങ്ങളാണ്. പണമോഹം കൂടിയുണ്ട് നിങ്ങൾക്ക്. സുധാകരൻ അതില്ലായിരുന്നു. അത് നിങ്ങൾക്ക് ഒരിക്കലും ആരോപിക്കാൻ പറ്റില്ല. പാർട്ടിക്കാരെല്ലാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കഴിച്ച് കോടീശ്വരന്മാരാകാൻ ശ്രമിക്കുക. അങ്ങനെയാണ് കപ്പലിന്റെ കച്ചവടക്കാരൻ കോടീശ്വരനായിട്ട് മാറുന്ന കാഴ്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമ്മൾ കാണുന്നത്. എന്നിട്ടാണ് അദാനിയെയും മറ്റുള്ളവരെയും കൂടെ, അവർ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. ടാറ്റയും ബിർളയും എല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആ അദാനി ഉള്ളത് കൊണ്ടല്ലേ വിഴിഞ്ഞമെന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നത്. മോദി എന്ന് പറയുന്ന ഒരാളുള്ളത് കൊണ്ടല്ലേ ദേശീയപാതയെ പറ്റി പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ ഈ പൈപ്പ് ലൈൻ ഇട്ടു LPG ഗ്യാസിന് വേണ്ടി, LNG ഗ്യാസിന് വേണ്ടി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്, PNG ഗ്യാസിന് വേണ്ടി. അപ്പോൾ ഇതൊക്കെ ഒരു നിങ്ങളുടെ മാത്രം എടുക്കുക. അതുപോലെ തന്നെ മഹാരാജാക്കന്മാരുടെ കാലത്തെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒന്നല്ലേ ശിശുമരണ നിരക്കിലെ കുറവ്, ആരോഗ്യ രംഗത്തെ നേട്ടം, വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം. ഇതിപ്പോ ഇന്നലെ വന്ന പിണറായി വിജയന്റെ ഒരു നേട്ടമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ചരിത്രം നിങ്ങളെ പുച്ഛിച്ച് ചിരിക്കുന്നുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. വാസ്തവത്തിൽ ഇങ്ങനെ എല്ലാം ചേർന്ന ഒരു വൃത്തികേടുകളുടെ കൂട്ടമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോ മാറിയിട്ടുണ്ട്. പക്ഷെ ഇതിനെ പ്രതിരോധിക്കാൻ തക്ക എന്ന് പറഞ്ഞാൽ ലക്ഷ്യവേദിയായിട്ടുള്ള മിസൈൽ അയക്കാനുള്ള ശക്തിയില്ലാത്ത ഒരു പ്രതിപക്ഷം, അവരുടെ ലക്ഷ്യം തെറ്റിപ്പോവുകയാണ്, പാളിപ്പോവുകയാണ്. അത് ഉന്നം വെച്ചതിലെത്താതെ വഴിയിൽ വീണുപോകുന്ന മിസൈലുകളുമായിട്ട് പ്രതിപക്ഷം നിൽക്കുന്നു. ഇപ്പൊ BJPക്ക് ഇപ്പൊ നല്ല ചാൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളാണ് വരാൻ പോകുന്നത്. ഒരു തൂക്കു സഭയം വരും. അതിനിടയ്ക്ക് BJP തീരുമാനിക്കും ഇടത് ഭരിക്കണോ വലത് ഭരിക്കണോ എന്ന് നടുക്ക് നിന്ന് BJP തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ പാലക്കാട് കുറച്ചുകൂടി ശ്രദ്ധയോടെ ഉള്ള സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ കോൺഗ്രസ് കുറച്ചുകൂടി ഗൗരവം കാണിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്. കൈവിട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കൈവിട്ട് പോയിരിക്കുന്നു, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കൈവിട്ട് പോയിരിക്കുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതോടുകൂടി തന്നെ അത് കൈവിട്ട് പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഷാഫി പറമ്പിലിനെ സ്റ്റേജിൽ നിന്ന് തള്ളിയിടുന്ന ഒരു പരിപാടി. രണ്ട് പോപ്പുലർ ആയിട്ടുള്ള നേതാക്കന്മാരാണ് ഇവർ രണ്ടുമാണ്. കോൺഗ്രസിന്റെ ഭാവി പ്രതീക്ഷകളായിരുന്നു. ഒന്ന് സ്വയം നശിച്ചു, മറ്റേതിനെ നശിപ്പിക്കാൻ വേണ്ടി പാർട്ടിയും ശ്രമിക്കും. ഇത് എനിക്ക് പറയാം. ഈ കോൺഗ്രസിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന ഒരു അടക്കം പറച്ചിലുണ്ട്. എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം ഈ കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിനെ പറ്റി? പവർ ഉണ്ടെങ്കിലല്ലേ പവർ ഗ്രൂപ്പ് ഉണ്ടാവാൻ പറ്റും. പവർലെസ് ആണ്, പവർലെസ് ടു ബി ബോൺ എന്നുള്ള സ്ഥിതിയിലാണ്. മാത്യു ആർണോൾഡ് പണ്ട് പാടിയതുപോലെ അദ്ദേഹം പാടിയത്
ഡിവൈഡഡ് ബിറ്റ്വീൻ ടു വേർഡ്സ്, വൺ ഡെഡ് ആൻഡ് ദി അതർ പവർലെസ് ടു ബി ബോൺ എന്നുള്ള അവസ്ഥയിലാണ്. ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എന്നും മരിച്ചുപോയി. പഴയ കോൺഗ്രസ് എന്ന് പറയുന്നത് മരിച്ചുപോയി. പുതിയ കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. ഇറ്റ് ഇസ് പവർലെസ് ടു ബി ബോൺ. അത്ര ദുർബലമാണ് കോൺഗ്രസിന്. ഈ ടു ബി ബോൺ, ജനിക്കണമെങ്കിൽ ആ ജനിപ്പിക്കുന്ന അമ്മയ്ക്ക് ഒരു ശക്തി വേണം. ആ ശക്തി ഉണ്ടെങ്കിലേ ജനിപ്പിക്കാൻ പറ്റും. മസിൽസിന് ഒരു പവർ വേണം. അപ്പൊ സിസേറിയൻ വേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് വാസ്തവത്തിൽ ഇപ്പൊ കോൺഗ്രസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സിസേറിയൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ കാത്തിരിക്കാം. വളരെ നന്ദി സാർ ഈ ഒരു വിഷയത്തിൽ കൂടി ഞങ്ങളോട് പ്രതികരിച്ചത്. ഓക്കെ.